പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനയെ തുരത്തുന്നതിനിടെ വനംവകുപ്പ് വാച്ചർക്ക് പരുക്കേറ്റു. വാച്ചർ രഞ്ജിത്തിനാണ് കൈക്ക് പരുക്കേറ്റത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ആയിഷത്തുൽ, ഏറ്റവും പുതിയ വിശദാംശം എന്താണ്? പരുക്കത്ര ഗുരുതരമല്ല എന്ന് തോന്നുന്നു അല്ലേ? അനുജ, ഇന്നലെ വൈകിട്ട് ആയിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ അട്ടപ്പാടിയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തോടു കൂടി തന്നെ DFOന്റെ നേതൃത്വത്തിൽ ഉറപ്പ് കിട്ടിയിരുന്നു. അതായത് ഈ മുള്ളി മേഖലയിലാണ് ഏറ്റവും കൂടുതലുള്ള കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് DFO ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വാച്ചർമാർ കൃത്യമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു, സ്ഥലത്ത് നിരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ഇന്നലെ വീണ്ടും അട്ടപ്പാടിയിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ മുള്ളി ഭാഗത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നതിന്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്നലെ വീണ്ടും കാട്ടാന ഇറങ്ങിയതും ഏറെ നേരം നിലയുറപ്പിച്ചു മേഖലയിൽ. ഇതോടുകൂടി ഈ ആനയെ തുരത്താനുള്ള നടപടികൾക്ക് വേണ്ടി ഈ വാച്ചർമാർ ഇറങ്ങിയപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. ആന ഇയാൾക്ക് നേരെ തിരിഞ്ഞോടുകയായിരുന്നു. ഇതോടുകൂടി ഓടുന്നതിനിടയിലാണ് വീഴുന്നത്. ഇപ്പോൾ വാച്ചർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുജ, ശരി. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാന ആക്രമണത്തിൽ കാട്ടാനെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർക്ക് പരുക്കേറ്റത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.